നമസ്കാരം. ഇന്ന് നമ്മൾ വാർത്തകൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുട്ടികൾ ഉൾപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അത് ഒരുപക്ഷെ ലഹരിയുടെ ഉപയോഗമായിരിക്കാം, അതല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള സംഘടനകളായിരിക്കാം, അതല്ലെങ്കിൽ പലതരത്തിലുള്ള കുട്ടികൾ ഉൾപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള വലിയ വലിയ മാഫിയ ഇടപാടുകളായിരിക്കാം. ഇതിനകത്തൊക്കെ യുവാക്കളാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു 18 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ് ഇതിനകത്ത് ധാരാളം ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് കൂടിയത് എന്നുള്ളത് നമ്മളൊന്നിങ്ങനെ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടൊന്ന് നിരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഞാനിതൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളും യുവാക്കളും കുറ്റകൃത്യങ്ങളിൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന മിക്ക കുട്ടികൾക്കും ധാരാളം സമയം കിട്ടുന്നുണ്ട്. ഇപ്പോൾ പഴയ പോലെയല്ല, നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് പോലെ 6 മണിക്കൂർ ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും അതല്ലെങ്കിൽ ആഴ്ചയിൽ 6 ദിവസം 7 ദിവസം സ്കൂളിലും കോളേജിലും ഒന്നും പോകുന്നു വേണ്ട. ഇന്നത്തെ കുട്ടികൾക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട്. അവരൊരു 2-3 മണിക്കൂർ മാത്രമേ ശരിക്ക് പഠിക്കേണ്ടതുള്ളൂ. കാരണം അവർക്ക് ഇന്ന് ഒരുപാട് സൗകര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. പാഠഭാഗങ്ങൾ പഠിക്കാനായിട്ട് 5-6 മണിക്കൂർ ബെഞ്ചിലിരിക്കൊന്നും വേണ്ട ഇന്നത്തെ കുട്ടികൾക്ക്. മാത്രമല്ല 5-6 മണിക്കൂർ ബെഞ്ചിലിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവരുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഒരേ ഇരിപ്പിരിക്കാൻ അവർക്ക് ഭയങ്കര മടിയാണ്. ഇന്നത്തെ കുട്ടികൾ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് ധാരാളം സമയം ലഭിക്കുന്നു എന്നുള്ളതാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവർക്ക് പഠിക്കാനുള്ള സമയം കഴിച്ച് ബാക്കി അവർക്ക് ഒരുപാട് സമയം കിട്ടുകയാണ്. ഇനി ആ സമയം അവരെങ്ങനെയാണ് ചെലവഴിക്കുന്നത്? അവർ സമയം ചെലവഴിക്കുന്നത് അനാവശ്യമായിട്ട് സുഹൃത്തുക്കളുടെ കൂടെ കറങ്ങിയിട്ടും, അതേപോലെ തന്നെ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടും, സോഷ്യൽ മീഡിയയുടെ മോശപ്പെട്ട ഉപയോഗങ്ങളിലൂടെയും. നമ്മൾ വീട്ടിലൊക്കെ പല വീടുകളിൽ ചെല്ലുമ്പോൾ മണിക്കൂറുകളോളം സോഷ്യൽ മീഡിയയിൽ കയറി ഇരിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ യുവാക്കളെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ അനാവശ്യമായ സൈറ്റുകൾ വിസിറ്റ് ചെയ്തിട്ടും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടും മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലേക്കും ഒക്കെ പോകുന്നത് അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം കിട്ടുന്നതുകൊണ്ടാണ്. പഠിക്കാൻ അവരെ പറഞ്ഞയക്കുന്നു, പക്ഷെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ബാക്കിയുള്ള സമയം അവർ ചെലവഴിക്കണം. ഈ സമയം ചെലവഴിക്കുന്ന അവർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ കുറ്റകൃത്യങ്ങളിലൊന്നും വരാതിരിക്കാൻ, യുവാക്കൾ ഈ ലഹരിയൊന്നും ഉപയോഗിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇത്തരത്തിലുള്ള സമയം കിട്ടാതിരുന്നാൽ മതി. വെറുതെ കിട്ടുന്ന സമയം അല്ലെങ്കിൽ വെറുതെ ചെലവഴിക്കാനുള്ള സമയം അവരുടെ കയ്യിൽ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇപ്പോൾ ഉച്ചവരെ ക്ലാസ്സുള്ളൊരു കുട്ടി ഉച്ചയ്ക്ക് ശേഷം അവൻ ജോലിക്ക് പോട്ടെ, അവനൊരു പാർട്ട് ടൈം ജോലി കണ്ടെത്തട്ടെ. 18 വയസ്സോ 20 വയസ്സോ ആയ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു യുവാവ് അവൻ പഠിക്കാൻ പോയിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ കിട്ടുന്ന 3-4 മണിക്കൂർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ, അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പാർട്ട് ടൈം, അതൊരു സെയിൽസ്മാൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു കമ്പനിയിലെ കൊച്ചു കമ്പനിയിലെ ജോലി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ജോലി നോക്കുന്ന ആളായിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ആയിക്കോട്ടെ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലിയിൽ അവൻ ഏർപ്പെടുകയാണെങ്കിൽ അവൻ്റെ ഒരു സെൽഫ് എസ്റ്റീം വർദ്ധിക്കും. ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അവന് പഠിക്കാനുള്ള പണം കണ്ടെത്താൻ അവന് സാധിക്കും. മാത്രമല്ല, അവന് പഠിക്കാനുള്ള പണം അവൻ കണ്ടെത്തുമ്പോൾ അവൻ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് അവൻ വളരുകയും ചെയ്യും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പാർട്ട് ടൈം ജോലി അധ്യാപകരും രക്ഷിതാക്കളും നിർദ്ദേശിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അനാവശ്യമായി ചെലവഴിക്കാൻ സമയം കിട്ടാതെ വരും. അപ്പോൾ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതിലൂടെ അവന് പണം കണ്ടെത്താൻ മാത്രമല്ല, അവൻ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് മാറും. അവനൊരു 1-2 വർഷം 2-3 വർഷം ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും 2-3 സ്കിൽ അവൻ നേടിയെടുക്കും. അവിടെ വലിയ ശമ്പളമൊന്നും വേണ്ട, പക്ഷെ ശമ്പളത്തെക്കാൾ കൂടുതൽ അവന് നല്ല സ്കില്ലുണ്ടാക്കിയെടുക്കാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കും ഇത്തരത്തിലുള്ള പാർട്ട് ടൈം ജോലിയിലൂടെ. നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ, വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ധാരാളം ജോലിക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള തുക കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അവർക്ക് പോക്കറ്റ് മണി കണ്ടെത്തുന്നത് അവർ ജോലി ചെയ്തിട്ടാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ 4 മണിക്കോ 3 മണിക്കോ കോളേജ് വിട്ട് പോന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ അവൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് അവൻ്റെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും, അവൻ്റെ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും, അവന് സ്വന്തമായിട്ട് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലൂടെ കുട്ടി എന്ത് ചെയ്യണം? അവൻ്റെ എസ്റ്റീം വർദ്ധിക്കുകയാണ്, അവൻ്റെ ആത്മാഭിമാനം തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? എനിക്കുള്ള പണം ഞാൻ തന്നെ കണ്ടെത്തുന്നു എന്നുള്ളത് നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് കുട്ടികളെ സാധിക്കും നമുക്ക്. അപ്പോൾ നമുക്ക്
ഉപദേശിക്കാൻ കുട്ടികളോട് പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി കൂടി കണ്ടെത്താനായിട്ട് നമുക്ക് കുട്ടികളെ ഉപദേശിക്കാം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് കുട്ടികളെ നമുക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യാം. താങ്ക് യു സോ മച്ച്.